മൈൻഡ് ആൻഡ് മാജിക് വേൾഡ്. ക്രാന്തമായ മനസ്സും മാന്ത്രിക ലോകവും. മനസ്സിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനസ്സിനെ? മനസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? മനസ്സിനെ ആർക്കും തന്നെ കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കതിനെ അനുഭവിച്ചറിയാനും കഴിയില്ല അല്ലേ? അതൊക്കെ തന്നെ പോട്ടെ. ഞാനിങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചിടുമ്പോൾ നിങ്ങളൊക്കെ തന്നെ മിക്കവരും ഇതിനടിയിൽ വന്ന് പലതും എഴുതി വയ്ക്കാറുണ്ട്. നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ എഴുതുന്നു. മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന നിങ്ങളുടെ ദുഷ്ചിന്തകൾ ഇവിടെ പകർത്തി വയ്ക്കുന്നു. നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന നിങ്ങളുടേത് മാത്രമായ ചിന്തകൾ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ദ്രോഹവും ഉണ്ടാകുന്നില്ല. യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എന്നാൽ നിങ്ങളെ എത്ര പേരെയും കൊണ്ട് സമൂഹത്ത് പലർക്കും ദ്രോഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ മനസ്സിലെ ദുഷ്ചിന്തകൾ മാത്രം വായിച്ചെടുത്താൽ മതിയാകും നിങ്ങൾ മറ്റൊരാളോട് എപ്രകാരമാണ് പെരുമാറുന്നതെന്ന്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ കമൻറ്റുകൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളോട് മറ്റുള്ളവർ ഏത് വിധത്തിലാണ് പെരുമാറുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എന്നെ കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളിവിടെ പലതും എഴുതിയിടുന്നു, നല്ലതും ചീത്തയും ഒക്കെ തന്നെ എഴുതിയിടുന്നു. പക്ഷെ ഇന്ന് വരെ നിങ്ങളുടെ ആരുടെയെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ ഞാൻ എന്തെങ്കിലും വന്ന് എഴുതി പിടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഇടത്തേക്ക് ഞാൻ വന്ന അനാവശ്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള ചെയ്തികൾ ഞാനവിടെ പ്രവർത്തിക്കുന്നതായിട്ടോ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വേണ്ടാത്തതൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിങ്ങൾ ചെയ്യുന്നത്. പൊതുസമൂഹത്തിലെ എന്നെയും കൊണ്ട് ഒരു ദ്രോഹവും ഇന്നുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. ആർക്കും ഒരു ദ്രോഹവും എന്നെയും കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റാണ്. ഞാൻ വെളിയിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ചാനലും ഉണ്ട്. ആർക്കും ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഇന്ന് വരെ ഞാൻ വീഡിയോസുകൾ എടുത്തിട്ടില്ല. മനസ്സിലായോ? ആരോടെങ്കിലും അനുവാദം ചോദിച്ചിട്ട് എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും പെരുമാറിയിട്ടില്ല. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരുപാട് അന്തരം. അതുപോലെ തന്നെ മറ്റൊരാൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനടിയിൽ ചെന്ന് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ഞാനൊന്നും എഴുതി പിടിപ്പിച്ചിട്ടില്ല. എൻ്റെ ക്വാളിറ്റി, എൻ്റെ കഴിവ്, ഇതൊക്കെയാണ് വ്യക്തിത്വം. നമുക്കൊരു വ്യക്തിയായി തീരണമെങ്കിൽ നമുക്കൊരുപാട് നമ്മൾ അതിനെ പരിമിതപ്പെടുത്തി എടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്നെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹമില്ല. ഇവിടെ വന്ന് എഴുതി പിടിപ്പിക്കുന്ന ആർക്കും എന്നെ കൊണ്ട് യാതൊരുവിധ ദ്രോഹവും ഉണ്ടാകുന്നില്ല ഇന്ന് വരെ. നിങ്ങളുടെ ഐഡിയയിലേക്കൊന്നും വന്ന് ഞാൻ ഒന്നും എഴുതി പിടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന തന്നെയാണ് സമൂഹത്തിന് വെളിയിലും നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ തന്നെ ഈ കേരളത്തിലെ എന്തെല്ലാം വാർത്തകളാണുള്ളത് അല്ലേ? നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് മനുഷ്യനോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അവരുടെ ദയവും കരുണയും അറിവും ഒക്കെ കാട്ടാനുള്ള മനസ്സുണ്ടാക്കാൻ ശ്രമിക്കുക. ജീവിതം എന്ന് വെച്ചാൽ അല്പമേ ഉള്ളൂ. അത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് വരാൻ വേണ്ടിയെങ്കിലും